ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചിങ്ങത്തിനെ വരവേൽക്കാനായിട്ട് എല്ലാവരും റെഡിയായോ? ഞാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം പൊടിയെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഓർത്താണ്. അപ്പം നമ്മൾ എപ്പോഴും വൃത്തിയാക്കുവാണെങ്കിലും നമുക്ക് എപ്പോഴും വീട്ടിൽ പൊടി കാണുമല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം തൂത്ത് വൃത്തിയാക്കുവാണ്. അപ്പം ഞാൻ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് 2 ദിവസം മുന്നേ ഞാൻ ബാക്കിയുള്ളതെല്ലാം വൃത്തിയാക്കിയായിരുന്നു. ഇനി ഇച്ചിരി കൂടി വൃത്തിയാക്കാനേ ഉള്ളൂ. ഇനി ഫാനും അതും ഇതുമൊക്കെ തുടയ്ക്കാനേ ഉള്ളൂ. പിന്നെ പെര ഒന്ന് അടിച്ച് തുടയ്ക്കണം, അതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ നാളെ പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് കാലയിൽ ചില്ല് കൊണ്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇത് വരുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി. നമ്മളിവിടെ പറയുന്നത് ഇതിനെ മൂഷേട്ട കളയുക അങ്ങനെയൊക്കെ പറയും. ട്രിവാൻഡ്രത്ത് ഇത് ആടി കടത്തുക എന്നൊക്കെ പറയും. എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്, അവിടെ ഇതിനെ ആടി കടത്തുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാനും ദേവപ്പനും കൂടി ഇതൊരു വിധത്തിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞാലുവേ, പൊക്കം വേണ്ടടുത്ത് പൊക്കം തന്നെ വേണം കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി പാടുപെട്ടു, കാരണം അത് ആ ഫിറ്റിങ്സിൽ കറക്റ്റായിട്ടിരുന്നില്ലെങ്കിൽ പിള്ളേരൊക്കെ എപ്പോഴും താഴെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ അവരുടെ തലയിൽ കൂടിയൊക്കെ വീണാലോ. നമ്മുടെ മെയിൻ ഗോഡൗൺ ആയിട്ടുള്ള സെറ്റിയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഇത് ഞാൻ മാറ്റിയത് കാരണം ഇവിടെ ഇപ്പോൾ അടിയിൽ വലുതായിട്ടൊന്നും കാണാനില്ല, ഒരു ചെറിയൊരു പിള്ളേരുടെ കളിക്കുന്ന കീബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ എൻ്റെ പേഴ്സ് ഉൾപ്പെടെ ഞാൻ അതിനകത്ത് നിന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പം ഇനിയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇതേ കൊണ്ടു ഇതാണ് ഞാൻ പറഞ്ഞത്, ചില്ല് കൊണ്ടു. ഇതെങ്ങനെയാണ് കൊണ്ടുവന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. 2 ദിവസം മുന്നേ നന്ദുവിന് ഞാൻ കപ്പിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ദേവൻ ഒറ്റ തട്ട് കയ്യേന്ന് അപ്പം അങ്ങനെ പൊട്ടിയതാണ്. ഞാനെല്ലാം അടിച്ചെടുത്തതിൽ ഏതോ ഒരു തരി അതിനകത്തുണ്ടായിരുന്നു. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ദേവൻ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ അത് ഭയങ്കര ഫീലിങ്സാണ്. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ അവൻ നിന്ന് കരഞ്ഞതാണ്. പിന്നെ ജനലും കാര്യങ്ങളും അത്യാവശ്യം തുടച്ച് പറക്കി നീറ്റാക്കി. എൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല, ഇനി എനിക്ക് പണിയുണ്ട്. അപ്പോൾ ഞായറാഴ്ചത്തേക്കുള്ളിൽ എല്ലാം തീർക്കണമെന്ന് ഓർത്ത്. അത് കഴിഞ്ഞ് കിടങ്ങൂർ വരെ സാധനം മേടിക്കാൻ പോകണമായിരുന്നു നാളത്തേക്കുള്ള. അങ്ങനെ മേടിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ കുട്ടൂനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും പിള്ളേരും ഇറങ്ങി നടക്കാനായിട്ട്. ഇനി ഇതുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ അടിച്ച് കയറ്റുന്നത് പോലെ പെരക്കകത്ത് കയറ്റാനാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഇത്. അപ്പോൾ അവിടെ അങ്ങ് അറ്റത്തൊരു പട്ടി നിൽപ്പുണ്ടെന്ന് ദേവൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുന്നത് എന്നാണെന്നറിയാവോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടു കയറും പൊട്ടിച്ച് ഓടും. ഇതെന്നെ കുട്ടൂന് എങ്ങനെ കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട. കുട്ടൂന് ഒത്തിരി വിശാലമായിട്ട് നടക്കണം, അത് കാരണം കേട്ടോ കയറ് കെട്ടിയേക്കുന്നത്. മറ്റേ ചങ്ങലയൊക്കെ ആണെങ്കിൽ അവൻ പൊട്ടിക്കും. അപ്പോൾ ഇങ്ങനെ കുട്ടൂനെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. അപ്പോൾ അമ്മ കൈ വയ്യെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. അമ്മയ്ക്ക് കൈക്കൊക്കെ ചെറിയ തേയ്മാനമുണ്ട്, ഷോൾഡറിനൊക്കെ തേയ്മാനമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നന്നായിട്ട് ഉഴിഞ്ഞ് തിരുമേണ്ട സമയമൊക്കെ ആയെന്ന് പറയുമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഇറങ്ങിയപ്പോഴത്തേക്കും ദേവൻ എൻ്റെ മുന്നിലായിരുന്നു. അപ്പം ഞാൻ കല്ല് കണ്ടില്ല, ചെറുതായിട്ട് വണ്ടി ഒന്ന് ചരിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാലൻസ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഇന്ന് അപശകുന, ഇന്ന് പോകണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത്. അടുത്ത് ഇവർ വന്ന് ഇവിടെ വിശ്രമം പിടിച്ചു. ഇനി വീട്ടിലോട്ട് കയറ്റണം, അതാണ് ടാസ്ക്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളില്ല, കാരണം ഇത് കയറ്റുന്നത് ഒരു ടാസ്ക്കാണ്. എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.